രണ്ട് വലിയ ഒരു JCB-യും ഒരു വോൾവോയുടെയും രണ്ട് വലിയ യന്ത്രങ്ങൾ ഈ പുഴ കടന്ന ഇപ്പോൾ അത് അവിടേക്ക് മുണ്ടക്കൈ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ തെരച്ചിൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവിടെ ഈ മൺകൂനകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള തെരച്ചിലിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വലിയ വാഹനങ്ങൾ, അതായത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഏത് പ്രതികൂല ടെറൈനിലും അവരുടെ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള വലിയ രണ്ട് മെഷീനുകളാണ്. ഒരു JCB-യുടെയും ഒരു വോൾവോയുടെയും രണ്ട് വലിയ മെഷീനുകൾ ഇപ്പോൾ ഇവിടെ പുഴ കടന്ന് നേരെ അക്കരയ്ക്ക് പോയിട്ടുണ്ട്. അതിലൊന്ന് ഏറെ മുന്നോട്ട് പോയി. അതിന് പിന്നാലെ ദൗത്യ സംഘത്തിലെ രക്ഷാപ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തകര്, NDRF, SDRF, അതുപോലെ കരസേനയുടെ ഒക്കെ ആളുകളും അവരും അതിനോടൊപ്പം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അതായത് രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ സംഘം ആളുകൾ ഇവിടെ നിന്ന് മുണ്ടക്കൈ മേഖലയിലേക്ക് അതിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു കൂടുതൽ സജീവമായി ഇപ്പോൾ തെരച്ചിലിന് അവർ ഇവിടെ നിന്ന് നീങ്ങുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ പാലം വരുന്നതിന് മുമ്പ് തന്നെ, പാലം അത് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആ രണ്ട് യന്ത്രങ്ങളും, വലിയ യന്ത്രങ്ങളും ഈ പുഴ കടന്ന് പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതിലൂടെ അക്കരയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത മണിക്കൂറുകളിൽ അവിടെ നിന്ന് ആ തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇവിടെ ആകെ ഈ ചെളി നിറഞ്ഞ മണ്ണാണ്. അതിലൂടെ പോകാൻ സാധാരണ വാഹനങ്ങൾക്കൊന്നും കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ യുദ്ധകാലത്തിലൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കറുകൾ പോലെ ഈ ചെയിനുകളിൽ കറങ്ങുന്ന വലിയ മെഷീനുകളാണ് നമ്മൾ സാധാരണ മണ്ണുമാന്തി യന്ത്രങ്ങളെ. അതായത് വിജയകുമാർ, അവിടെ ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷാപ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നത് അവർക്ക് ഈ കോൺക്രീറ്റ് ഒക്കെ പൊളിച്ച് മണ്ണ് നീക്കി മണ്ണിന്റെ അടിഭാഗത്തേക്ക് എത്തി പരിശോധന നടത്താൻ പറ്റുന്ന ഉപകരണങ്ങൾ അവരുടെ കൈവശം ഇല്ല എന്നതായിരുന്നു. രക്ഷാപ്രവർത്തകർ ആ സമയത്ത് നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും പ്രതിസന്ധിയും അത് തന്നെയായിരുന്നു. ആ പ്രശ്നം ഈ രണ്ട് വലിയ മെഷീനുകൾ അവിടെ എത്തുന്നതോടുകൂടി പരിഹരിക്കപ്പെടുമെന്ന് കരുതാം. അതായത് ആഴങ്ങളിൽ ചെന്ന് ഈ മണ്ണ് മാറ്റി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് വേഗത്തിൽ പരിശോധന നടത്താൻ വിജയൻ ഇപ്പോൾ പറഞ്ഞ JCB-യുടെയും വോൾവോയുടെയും ഈ രണ്ട് മെഷീനുകൾ കൊണ്ട് സാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഉറപ്പായും ഗോപി. ഇത് തന്നെയുമല്ല, ഇത് രാവിലെ ഈ പുഴയിൽ വലിയ ഭീമാകാരമായ വലിയ പാറക്കല്ലുകൾ അത് ഏറെക്കുറെ നീക്കി ഈ പാലം ഉണ്ടാക്കാൻ സജ്ജമാക്കി അതേ വോൾവോയുടെ അതേ മെഷീൻ തന്നെയാണ് ഇപ്പോൾ അക്കരയിലേക്ക് പോയിരിക്കുന്നത്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഈ ദുരന്ത മേഖലകളിലേക്ക് എത്തും. അത് അവിടെ ഇപ്പോൾ ആഴത്തിൽ ചെളി നിറഞ്ഞ ഭാഗത്തൊക്കെ ഇറങ്ങാനും അതുപോലെ കോൺക്രീറ്റ് പാലുകളൊക്കെ പൊട്ടിച്ചു നീക്കാനും ഒക്കെ പറ്റുന്ന, കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന യന്ത്രമാണ്. അതിനൊപ്പം തന്നെ അതിന്റെ മറ്റൊരു JCB കൂടി അവിടേക്ക് പോകാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. നേരത്തെ മറ്റു ചില ഭാഗങ്ങൾ, അതായത് ഈ സ്കൂളിന്റെ ഒക്കെ ഭാഗത്ത് തെരച്ചിൽ നടത്തിയ ചില വാഹനങ്ങളൊക്കെ അവിടെ തെരച്ചിൽ പൂർത്തിയാക്കി ഇങ്ങോട്ട് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ തെരച്ചിൽ പല മേഖലകളിലായി പല സ്ഥലങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, സമാന്തരമായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മഴ ഈ സമയത്ത് വീണ്ടും പെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല ഈ ഭാഗത്ത് ഇപ്പോഴുള്ളത്. ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. രാവിലെ ചെറിയ തെളിച്ചവും വെയിലും ഒക്കെ വന്നതാണ്. ഇപ്പോൾ അത് മാറി കുറെ കൂടി ഇരുണ്ടു മൂടിയ അന്തരീക്ഷമാണ്, മഴ വരുന്നുണ്ട്. അപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിലുള്ള പ്രശ്നം വെച്ചാൽ തുടർച്ചയായി മഴ പെയ്യുന്നപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നൊരു ആശങ്ക ഉണ്ട്. അത് നേരത്തെ ഈ ദുരന്ത നിവാരണ സംവിധാനങ്ങളൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പരിധി വിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല, മഴ കൂടുകയാണെങ്കിൽ അവിടെ ഒന്ന് മാറണമെന്ന് പറഞ്ഞിരുന്നു. കാരണം അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ മണ്ണ് കുറെ കൂടി ഇളകി നിൽക്കുന്നുണ്ട്. അത്തരമൊരു അവസ്ഥയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ മഴ കാര്യമായി പെയ്യുകയാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. എന്നാൽ അത് കാര്യമായി രക്ഷാപ്രവർത്തനത്തെ അവിടെ ബാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൂടുതൽ മുണ്ടക്കൈയിൽ മനുഷ്യസാധ്യമായ എന്ന് പറഞ്ഞാൽ അവിടെ എലയുമായിട്ടുള്ള മനുഷ്യരെ, ജീവനോടുള്ളവർ ഇതിനോടകം തന്നെ ചൂരൽമല മേഖലയിലേക്ക് എത്തിച്ചു. ഇനിയിപ്പോൾ പറയാൻ കഴിയും, നമ്മൾ ആ ശിരൂരൊക്കെ പോകുമ്പോഴേക്കും അവിടുത്തെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നു, പല ഭൂകമ്പബാധിത മേഖലകളിലും 15-20 ദിവസം കഴിഞ്ഞ് ജീവനോട് ആൾക്കാരെ രക്ഷിച്ച ആവേശകരമായ ചില ചരിത്രങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ ചരിത്രങ്ങളിൽ അത് വിശ്വസിക്കാമെങ്കിൽ ഇനിയും ഇപ്പം മുണ്ടക്കൈ മേഖലയിലടക്കം ആളുകളുടെ ജീവൻ്റെ തുടുപ്പുകൾ, പ്രാണൻ്റെ തുടുപ്പുകൾ ഒരു സമയം പോലും, ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവൻ്റെ തുടുപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അത് കരയിലേക്ക് എത്തിക്കുക, ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തുക എന്ന നിലയ്ക്ക് ഈ പറയുന്ന നൂറുകണക്കിന് NDRF, അഗ്നിരക്ഷ, വനം വകുപ്പ്, പോലീസ് സേന, സേന, കരസേനയുടെ വിഭാഗങ്ങളൊക്കെ ചേർന്ന് കേരളം അടുത്തിടെ കാണാത്ത അസാമാന്യമായ അസാധാരണമായ രക്ഷാദൗത്യം കാണുകയാണ്. ഒപ്പം വലിയ മഴ പെയ്യുന്നു, ഇനിയും ഉരുൾപൊട്ടാനൊക്കെ സാധ്യത ഉണ്ടെന്നറിഞ്ഞിട്ടും ആ മേഖലയിൽ സജീവമായി നാട്ടുകാർ നിൽക്കുന്നു.